ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ കുറിച്ച് ആലോചിച്ച് ഇനിയും കരയാൻ കാരണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണോ അമ്മേ? ഒന്നുമില്ലടി. സ്നേഹത്തോടെ നിന്നെക്കുറിച്ച് ആലോചിച്ചാല് അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വരും. അതങ്ങനെയാ. കൃഷ്ണ, എന്നാ പിന്നെ മോളി ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്ക്. നീ അങ്ങ് ക്ഷീണിച്ചല്ലോടി. ആ അതെ, സ്നേഹമുള്ള അമ്മമാരൊക്കെ സ്ഥിരം പറയുന്നൊരു കാര്യം ഇത്. അല്ലാതെ എനിക്ക് ക്ഷീണമൊന്നുമില്ല. അവിടെന്താ, ഞാൻ പട്ടിണിയാണോ കിടക്കുന്നത്? അവിടെ പട്ടിണിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അവസ്ഥയനുസരിച്ച് കൊട്ടാരമല്ലേ അത്. എന്റെ മോളുടെ ഭാഗ്യം. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി കഴിച്ചൂടെ? കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? ആ, എന്നാ കഴിച്ചേ. മോളെ, അമ്മയോടെ വന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ മോൾക്ക്? ഒരു കുഴപ്പമുണ്ടായില്ല. അതെല്ലാം അപ്പൊ തന്നെ നവീൻ പരിഹരിച്ചില്ലേ, പിന്നെന്താ? മോളെ വിവാഹം കഴിപ്പിച്ചയച്ച സ്ഥലത്ത് കള്ളം പറഞ്ഞു വരേണ്ടി വരിക, എന്റെ മോളെ ഒളിഞ്ഞു മാത്രം നോക്കേണ്ടി വരിക. വല്ലാത്തൊരു ജാതകം അമ്മയുടേതല്ലേ. എന്താ അമ്മ ഇത്? എന്നും അങ്ങനെയൊന്നും ആവില്ല, ഇതൊക്കെ മാറും. നവീൻ മോന്റെ കാര്യത്തിലാ ഒരു പ്രതീക്ഷ. സത്യങ്ങളെല്ലാം അറിഞ്ഞ അവൻ ക്ഷമിക്കുമായിരിക്കും. അത്രയ്ക്ക് നല്ലവനാ. മതി മതി, സംസാരിച്ചതൊക്കെ മതി. വേഗത അങ്ങോട്ട് കഴിച്ചേ. ഇതെന്തിനാ വേഗം വേഗം കഴിക്കുന്നേ? നിനക്ക് പോകാൻ തിരക്കോ മറ്റോ ഉണ്ടോ? അതെ, ഞാൻ പോകുന്നില്ല. ഇനി അതും പറഞ്ഞ് കഴുപ്പ് മുടക്കണ്ട. നീയും കഴിച്ചില്ലല്ലോ. ഞാനിത് കഴിഞ്ഞിട്ട് സുനന്ദേച്ചിയുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. വേണ്ട, ഇതാ ഞാൻ തരാം നിനക്ക്. കൃഷ്ണ കഴിക്കുന്ന രീതി കണ്ടാല് നവീന്റെ വീട്ടില് പട്ടിണി കിടക്കാന്ന് തോന്നുമല്ലോ. ആ, അവിടെ എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നതിന്റെ രുചിയെ അതൊന്നും വേറെ തന്നെയാ. അതെ, സുനന്ദേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഓ ഇല്ലപ്പാ, ഞങ്ങൾ ആരും അമ്മമാരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. നീ കുശുമ്പ് പറയാതിരി സുനന്ദേ. ഇവളുടെ കാര്യം പറഞ്ഞാലേ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്ന് എന്റെ കൈ വേദനിക്കുന്ന അമ്മേ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നൊക്കെ പറയും. എന്തിനാ? ഞാൻ ഭക്ഷണം മാറി കൊടുക്കാൻ തന്നെ. കൊച്ചു കുട്ടിയായിരുന്നപ്പോഴും അതെ, വലിയ പെൺകുട്ടിയായപ്പോഴും അതെ. എന്നാ കൊടുക്ക്, വയറ് നിറച്ച് കഴിക്കട്ടെ. ഞാൻ കുറച്ച് ചോറും കൂടി എടുക്കാം. അയ്യോ വേണ്ട സുനന്ദേച്ചി, എനിക്ക് ഇതന്നെ ധാരാളം. 2 പേർക്ക് അത്രയും ചോറോ? ഞാൻ എടുക്കാം പെണ്ണെ, നീ അവിടെ ഇരുന്ന് കഴിക്ക്.